നിങ്ങൾ ഈ ഇരിക്കുന്ന വണ്ടിയുടെ അവസ്ഥ ഒന്ന് നോക്കിയേ. കടൽക്കരയെ കൊണ്ടുപോയിട്ട് ഉപ്പ് വെള്ളത്തിട്ട് പറപ്പിച്ച വണ്ടിയാണ്ട. ഇത് നോക്കിയേ, കടലിലെ മണ്ണ് അങ്ങനെ തന്നെ വണ്ടിക്കകത്തുണ്ട്. പിറ്റേ ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ വണ്ടിക്ക് അനക്കമില്ല. അപ്പൊ നമ്മുടെ സർവീസിന് കയറാണ്ട. നമുക്കപ്പോ വണ്ടി ഒന്ന് അഴിച്ച് ഇതിന്റെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് നോക്കാം, ബാറ്ററി കണക്ട് ചെയ്ത് ഓണായി കിട്ടുവോ ഇല്ലേ. ഓ, കടൽക്കരയില മുഴുവനും മണ്ണ് ഈ വണ്ടിക്കകത്തുണ്ടാ. നമുക്കാദ്യം ഈ ഒരു മദർ ബോർഡ് അഴിച്ച് നല്ല അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മദർ ബോർഡിന്റെ ഉത്ഭവമൊക്കെ ഉപ്പുമണ്ണ് കയറി കുറച്ച് തുരുമ്പിച്ചൊക്കെ പോയിട്ടുണ്ടാ. എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ബാറ്ററി കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ബോർഡൊക്കെ നമ്മൾ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്ത് ബാറ്ററി കണക്ട് ചെയ്ത് ഓൺ ചെയ്യാൻ വേണ്ടി പോണേണ്ട. അതേ ബോർഡ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിമോട്ട് കണക്ട് ചെയ്തിട്ട് ത്രോട്ടിൽ അതേപോലെ സ്റ്റിയറിംഗ് സൈഡൊക്കെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് അതേപോലെ തന്നെ ബാക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാ. അപ്പൊ നമുക്ക് ഞാൻ സ്റ്റിയറിംഗ് സൈഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിയറിംഗ് സൈഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വണ്ടിയിൽ ഇരുന്ന് വെച്ചാൽ സർവോ തന്നെയാണ് അയച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗ് സൈഡും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഉപ്പുവെള്ളം കയറിയതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ബോർഡിന് പറ്റിയിട്ടില്ല. അപ്പൊ ഇതുവരെ കസ്റ്റമർക്ക് ഭാഗ്യമുണ്ട്. ഇനി നമുക്ക് വണ്ടിയിലെ മോട്ടർ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഡിഫ് ചെക്ക് ചെയ്യണം, അതേപോലെ വണ്ടിയിൽ കിടന്നുവെച്ചാൽ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് ആ വണ്ടിയിൽ ഉപ്പുവെള്ളത്തിൽ ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്ന ബാറ്ററി ഇടാം. ഇത് ബാറ്ററിക്ക് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഈ ചാർജിങ് പോയിന്റ് ഒന്ന് മാറ്റേണ്ടി വരും. ഇതൊന്ന് തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അല്ലാണ്ട് ബാറ്ററിക്ക് യാതൊരുവിധ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ടാസ്ക് സീനെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ ഉപ്പുമണ്ണും കാര്യങ്ങളൊക്കെ കയറി ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഉപ്പുമണ്ണ് കയറിയിട്ട് ഈ ഒരു മോട്ടർ നല്ല രീതിക്ക് സ്റ്റക്കാണ്. നല്ല ബലത്തിൽ കറക്കിയാൽ മാത്രമേ മോട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതും നമുക്കൊന്ന് ഫ്രീ കണ്ടീഷൻ ആക്കി എടുക്കണം. വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണേണ്ട വണ്ടി. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടാ.